അങ്ങനെ നമ്മൾ പിന്നെയും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഒരു സാധനം ഇവിടെ ഇറക്കിയിട്ട് വണ്ടി കയറ്റി വിടാനുണ്ട്. അപ്പോൾ അടുത്ത വരുത്തിന് കാണാം. ഇനി മേമക്ക് ഇത്രയും കഴിവുണ്ടേനോ അമ്മി? ഇത് വാലാന്നുണ്ട്. പക്ഷെ ഞാൻ സ്വാഗതം. ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് വന്നൊരു വീഡിയോ ആണ്. അല്ലേ മീ? എന്താ അറിയിക്കാൻ വന്നയാ? അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് ഒരാൾ തിരിച്ചു പോയി. അപ്പോൾ അത് നമ്മളങ്ങനെ പോകുന്നതൊന്നും അങ്ങനെ ഒരു വ്ളോഗാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ അവിടെ എയർപോർട്ടിൽ എത്തിയേരം വെറുതെ ഒന്നൊരു വീഡിയോ എല്ലാം എടുത്ത് വെച്ച് ഓൻ പറഞ്ഞ് അതായത് ഏട്ടൻ തിരിച്ചു പോയി. ഏട്ടാ അവൻ്റെ ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോയി. അല്ലേ അച്ഛൻ പോയില്ലേ? പണ്ട് നമ്മളെല്ലാം വരച്ചതാ. ചെറിയ കണ്ണം കിട്ടോ. ഇതാണ് മേമയുടെ താറാവ്. ഇതിന് വെള്ളം വരക്കും. നമ്മുടെ കാല് വരക്കണ്ടല്ലോ, അതാണ് എൻ്റെ ഐഡിയ. ഇതാണ് വെള്ളം. വെള്ളത്തിലൂടെ ഒഴുകുന്ന താറാവ്. മേമക്ക് ഇത്രയും കഴിവുണ്ടേനോ അമ്മി? ഇത് വാലാന്നുണ്ട്. പക്ഷെ ഞാൻ വരച്ചിട്ട് വാല പോലെ തോന്നില്ല മോനെ. അത് അമ്മ വരച്ച്. അത് വായിക്കണ്ട അടന്നോട്ട്. ഇത് വരക്ക്. അതോ വേഗം വായിക്കണം. ഓൻ വരക്കുന്നതിനെക്കാട്ട് അടിപൊളിയായിട്ട് ആരും വരക്കാൻ പാടില്ല അല്ലേ അമ്മി? അങ്ങനല്ലേ? ഓൻ തന്നെ തുറന്നു പറഞ്ഞു. എയർപോർട്ടിൽ എത്തിയാൽ ഓൻ പറഞ്ഞടാ എന്നാൽ പിന്നെ ഒരു വീഡിയോ എന്തെങ്കിലും ആക്കിയിട്ട് ഒന്ന് ഇതിലേക്ക് അറിയിക്കണം എന്ന് പറഞ്ഞു. കാരണം തിരിച്ചു പോകുന്നത് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ പറഞ്ഞത് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടണം. അധികം സമയമൊന്നും എടുക്കണ്ട. ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി എന്നുള്ളത് ഒന്ന് അറിയിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ പോകുന്നത് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ പിന്നെയും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. ഒരു സാധനം ഇവിടെ ഇറക്കിയിട്ട് വണ്ടി കയറ്റി വിടാനുണ്ട്. സങ്കടത്തിരിക്കുന്ന സംഗീതം ചിരിയിലാണ്, സങ്കടം എന്നല്ല, ഫുള്ള് ഹാപ്പി മൂഡില്. വേണമെന്നില്ല. ഇത് കുറച്ച് ദിവസം മുമ്പ് കാണിച്ച ആ ഒരു പറഞ്ഞേക്കുന്ന പോലെയല്ല. ട്രെയിൻ കയറ്റി വിടുന്ന കാണിച്ചത് ഇന്ന് ഫ്ലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ പോക്കാണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഉള്ളിലേക്ക് തല വെച്ചിട്ട് കാര്യങ്ങൾ പോകാം. പറഞ്ഞിട്ട് പോവാ. നിങ്ങൾ കരയുന്ന കരച്ചിലില്ല. അപ്പോൾ അടുത്ത വരുത്തിന് കാണാം. ഇനി നിങ്ങളെല്ലാവരും പറഞ്ഞ പോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇപ്രാവശ്യം ഭംഗിയാർന്ന് ഉണ്ടാവില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിരിക്കറിയാം. ഇപ്രാവശ്യം നമുക്കില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം അടിച്ചു കൊടുക്കാം. കഴിഞ്ഞ 7 കൊല്ലമായിട്ട് പറയുന്നു, 8ാമത്തെ കൊല്ലം അങ്ങനത്തെ മറ്റും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് പാൽ കൊടുക്കില്ല, നമ്മൾ കളറാക്കിയില്ല. അടുത്ത പ്രാവശ്യം പക്ക 100% ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, 99% ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് ഉണ്ടായി. എന്ത് വില കൊടുത്തും എന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം പിന്നെ പാൽ കൊടുക്കലിൻ്റെ ഇതായതുകൊണ്ട് ഞാൻ പിന്നെ വെഡ്ഡിങ് ആനിവേഴ്സറിനെ ഞാൻ കുറച്ചുണ്ടാക്കി ഇപ്പുറത്തേക്ക് മാറ്റി. പക്ഷേ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും കളറാക്കും. ഇപ്പോൾ ആരും വേറെ ആരും ഉണ്ടാക്കാനൊന്നും വരാനൊന്നുമില്ല. എയർപോർട്ട് പിന്നെ കാലിയായുണ്ട്. എല്ലാവരും കൂടി നല്ല ഫുൾ ഫാമിലി കംപ്ലീറ്റ് ആൾക്കാർ വന്നില്ലേ. ഉണ്ടാക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഓരോ വീട്ടിലാണുള്ളത്. അവിടെ പോയിട്ട് ടാറ്റ ബൈ ബൈ പറയുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇവിടുന്ന് ഇവിടെ എത്തിയാൽ തോന്നുന്നതൊന്ന് എടുത്തേക്കാം, നിങ്ങളൊന്ന് അറിയിക്കണമല്ലോ ഇപ്പം പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മാത്രം എടുക്കും ഞാൻ. ബാക്കി ഒരു വീട്ടിൽ പോയിട്ട് വേണം ബാക്കി എടുക്കാൻ. ഓക്കെ, അടുത്ത കാണാം എല്ലാവരോടും.
അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. വെഡിങ് ആനിവേഴ്സറി അടുത്ത പ്രാവശ്യം നിങ്ങൾ കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ബൈ. അടുത്ത പ്രാവശ്യം നമുക്ക് വിളിക്കാം. എന്നാ പോട്ടെ. ശരി.